ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ മുസ്ലിം സഹോദരികൾ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. നിങ്ങൾ ഇതിൻ്റെ ഒരു മറുപടി പറയണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ, അല്ലെ? പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് നല്ല രീതിയിൽ ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും നേടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇന്ന് സ്ത്രീകൾ മാറുന്നു. കാരണം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 6-ാം നൂറ്റാണ്ടിന്റെ കഥയൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലും ഇതിനകത്തൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു കാലഘട്ടമൊക്കെ മാറി ഇപ്പം ഒരു പുതിയ ജനറേഷൻ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പോലും അന്നത്തെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരാത്ത ഒരുപാട് പീഡനങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരിമാർ നേരിടുന്നുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള പരമാർത്ഥമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്നത് ആത്മീയ ചൂഷണമാണ്. ആത്മീയതയിലൂടെ പണം തട്ടിയെടുക്കുക. അതിന് മുസ്ലിം നാമധാരികളായിട്ടുള്ള പരമചെറ്റകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഈ സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും വേണ്ടി ഇറങ്ങിത്തിരിച്ചിരുന്ന കുറേ ആളുകൾ. ഞാനിപ്പം എൻ്റെ കുറേ വീഡിയോനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ആറ്റക്കോയ നാറ്റക്കോയ എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദുമായിട്ട് പോട്ടി ഉണ്ടാക്കുന്ന ചില വെട്ടാവളിയന്മാരുണ്ട്. കാരണം ഇവനെല്ലാം തൂവെള്ള വസ്ത്രവും ധരിച്ച് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ചും ഇവരെയൊക്കെ ചതിച്ചും ജീവിക്കുന്ന ചില ഊളകൾ. ഇവന്മാര് നമ്മുടെ ഈ സമുദായത്തിന് നാണക്കേടാണ്. ഒരുത്തം ചെയ്യുന്ന തെമ്മാടിത്തരം കൊണ്ട് ആ ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ കാത്തിരിക്കുന്ന ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള മതമില്ലെന്ന് പറഞ്ഞ് സംഘപരിവാറിൽ നിന്നും കാസയിൽ നിന്നും അവരുടെ അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിന് നാഴികയ്ക്ക് 40 വട്ടം പള്ളു പറയാനിരിക്കുന്നവർക്ക് ഒരു ആയുധമായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോരാത്തിന് ഇത് കേൾക്കുമ്പം മറ്റേ സംഘികൾക്കും വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. കാരണം ഇതാണ് നിൻ്റെയൊക്കെ ഉസ്താക്കന്മാർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ഇവന്മാരെപ്പോലുള്ള ചെറ്റകൾ ഒരു വഴിയൊരുക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, കൈക്കരുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെപ്പോലുള്ള ആളുകളൊക്കെ ആദ്യം നിങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ അൻസാരി സൂര്യ ഉസ്താദിന്റെ വീഡിയോകൾ കൂടുതലായിട്ട് ഞാൻ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ. കാരണം മറ്റു മത പണ്ഡിതന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഈ നാട്ടിൽ എത്രയോ നല്ല നല്ല ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, നമ്മുടെ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുന്നവർക്ക് പോലും പേരുദോഷം ഉണ്ടാക്കുന്ന ഇവരെ പോലുള്ള നിങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് കാണണം. ഈ സഹോദരി പറയുന്നത് കേൾക്കണം, ഉസ്താദ് പറയുന്നതും നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് നോക്കാം. നിങ്ങൾ ഇതൊന്ന് കേട്ടോളൂ, എന്നിട്ട് നിങ്ങൾ തന്നെ ഈ കുട്ടിയോട് ഞാൻ എന്ത് മറുപടി പറയണോ നിങ്ങൾ പറഞ്ഞു. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രയും മതി ചതിയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും വിചാരിച്ചു. ഇത്ര മുസ്ലിംസ് മതം എന്ന് പറയുമ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടുള്ളതാണ് വിചാരിച്ചു. ഇങ്ങനെയുള്ള ആൾക്കാർ ലോകത്ത് എന്തിനാണ് കണ്ടന്റ് ആയിട്ട് ഇടുന്നത് നല്ലത്? ഇത്ര കുട്ടികൾ ഇതുപോലെ ഉണ്ടാവും എന്നറിയോ? ഇയാളിൽ തന്നെ കുറെ പിള്ളേരുണ്ടാവും. ഞാനിതിപ്പം ഈ മോൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഞാനിത് കണ്ടന്റ് ആക്കും. കണ്ടന്റ് ആക്കിയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് സ്ഥലമാന് എന്തൊരു ഇഷ്ടമായിരുന്നു, എന്തൊരു ബഹുമതിയായിരുന്നു. എനിക്കിതിപ്പോ കേട്ടതോ എന്നെ അനുഭവിച്ച് എനിക്ക് മതിയായിട്ടുണ്ട്. ഇയാള് പറയണത് ഞാൻ അവിടുത്തെ വലിയ ആളാ, മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് എല്ലാവരും അറിയിച്ചു. അയാളെ നല്ല അടിയടിച്ചു വിടുന്നു ആൾക്കാര്, അടിച്ച് ചോര വരുത്തി. എന്നിട്ട് ഇപ്പൊ ഫുള്ള് ഞാൻ മരിക്കും, ഞാൻ മറ്റേത് ചെയ്യും. അല്ല, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ് മോള് പറയുന്നത് കേൾക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ മോൾ എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? സ്ഥിരമായിട്ട് മോള് കാര്യം മനസ്സിലാക്കുക. നമ്മളെല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ ബന്ധമുള്ളതാ. നമ്മൾ ആരെയും അങ്ങനെ മിസ്യൂസ് ചെയ്യാറോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരെങ്കിലും വേർതിരിച്ച് കാണാനൊന്നും നമ്മൾ നിൽക്കാറില്ല. എന്തായാലും മോക്ക് സംഭവിച്ച അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ ഞാൻ എന്റെ വ്യക്തിയുടെ എന്റെ സമുദായത്തെ അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. വേറെ ഇങ്ങനെ ഇത്ര അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട. അതിനൊക്കെ ഞാൻ മോക്ക് ഉച്ച കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞുതരാം. കാരണം എനിക്കിത് കേട്ടിട്ട് എന്റെ കൈകാലം മറക്കുകയാണ്. ഞാൻ എന്തായാലും ഒരു വിശ്വാസി ആവാൻ പോവാണ്. ഇതിൽ സംസാരിക്കുന്ന പെൺകുട്ടി എന്നോട് ഇതൊരു കണ്ടന്റായി ഒരു വിഷയമായി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ആത്മീയ ചികിത്സയുടെ മറവിൽ നടക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ് ഇത്. 1-2 കേസല്ലത്. ഇതിൻ്റെ ഉൾരഹസ്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ വെച്ച് ആത്മീയ ചികിത്സ നടത്തുന്ന നിഷ്കളങ്കരായ ഒട്ടനവധി നല്ല മനുഷ്യർ കൂടി ഇതിനകത്ത് പെട്ടുപോകുമെന്നുള്ളതുകൊണ്ടാണ്. അവർ പോലും സംശയത്തിൻ്റെ നിഴലാകുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഇറങ്ങാത്തത്. എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു 10-40 ഇത്തരം മെസ്സേജുകൾ പലരും എന്തിനേറെ ഇപ്പം നിങ്ങളൊന്ന് കേൾക്കണം. ഒരു സ്ത്രീയോട് ഒഴിയാൻ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് വിവസ്ത്രയായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ കോഴിമുട്ട ഒഴിയണമെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ എത്ര വരെ മദ്രസയെ പഠിച്ചാൽ ചോദിക്കുന്നു ഈ സമുദായത്തിന്? ഈ സംഭവം എന്നോട് പറഞ്ഞത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്.
നിങ്ങളുടെ ഔറത്ത് നിങ്ങളുടെ ശരീരം അന്യപുരുഷൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളോട് മുട്ട ഒഴിയാൻ പറഞ്ഞ സമയത്ത് തുണിയില്ലാതെ എന്നിട്ട് വീഡിയോ കോൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് മദ്രസ പഠിച്ചത്? നിങ്ങൾ എന്തിനാ ഓതാൻ പോയത്? എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് വിലാപം പറയാൻ അങ്ങനെ ചെയ്ത് അത് ശരിയാണോ? അങ്ങനെയൊക്കെ ചികിത്സയുണ്ടോ? നിങ്ങൾ ഇനിയും പോയി കൊടുക്കണം, നിങ്ങൾ ഇനിയും ചെയ്യണം. ഇവിടെ എത്ര സ്വാത്വികരായ സ്വാലിഹികൾ ഇവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ തന്ന വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഇന്ന ഒതുക്കോ, ഇന്ന ആയത്ത് ഒതുക്കോ, അല്ലെങ്കിൽ ഇന്ന വിശുദ്ധമായ ഖുർആൻ ഇത് സ്ഥിരം പറഞ്ഞത് നമ്മുടെ ഒട്ടനവധി സ്വാത്വികരുണ്ട്. ഞാൻ ഏറെ ആവശ്യത്തിൽ ആദരവോട് കാണുന്ന സയ്യിദ് അലി ബാഫക്കി തങ്ങളെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാത്വികന്മാർ നമുക്ക് അങ്ങനത്തെ ആളുകളുടെ ദൗർലഭ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ചതിയിൽപ്പെടും? ഇപ്പോൾ ഈ ഒറ്റ കാര്യങ്ങൾ ആലോചിക്കും. ഇസ്ലാമോഫോബിയ പറയുന്ന ആളുകൾ, ലവ് ജിഹാദ് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ പ്രതിരോധം തീർക്കുമ്പോൾ ഇനി അവരോട് എന്താ പറയുക? എനിക്കറിയാൻ വയ്യ എന്താ പറയുക. നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ വിലാപമാണ് ഈ പറയുന്നത്. അവർക്കുണ്ടായ ഒരു പ്രയാസത്തിന് പരിഹാരം എന്നോളം ഒരാളെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ഈ ഒരൊറ്റ മുസ്ലിമായ വ്യക്തിയിലൂടെ അവർ കാണുന്ന ഇസ്ലാമിനെയാണ്. നീ ആ പെൺകുട്ടിയെ കൊണ്ട് പലതരത്തിലുള്ള, അഥവാ ആ പെൺകുട്ടി സ്നേഹിച്ച യുവാവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി നീ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, പല തോന്നിയാസം നീ പറഞ്ഞു കൊടുത്തില്ലേ. അതിൻ്റെ പേരിൽ ആ നിഷ്കളങ്കയായ പെൺകുട്ടി എന്തിനാണ് തെറ്റിദ്ധരിച്ചത്? പരിശുദ്ധമായ ഇസ്ലാമിനാണ് അവർ തെറ്റിദ്ധരിച്ചത്. വൈരാഗ്യം തോന്നി, സംശയം തോന്നി. അവർക്ക് മറ്റാരോടും ഈ സങ്കടം പറയാൻ വയ്യാതെ പേഴ്സണൽ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഈ പൊതുമധ്യത്തിൽ ഈ വിഷയം ഒന്ന് പറയണേ, ഞാൻ പെട്ടുപോയ അടിയും കിട്ടിയായിരുന്നു. അയാൾക്ക് അടി കിട്ടി, അയാളുടെ നമ്പർ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യണം. നമുക്ക് ഈ ദീനിനോട്, ഈ സമുദായത്തോട് കൂറുണ്ടെങ്കിൽ സമൂഹ മധ്യ ഈ ഇസ്ലാമിനെ ഇങ്ങനെ വലിച്ചു കീറിയും പിച്ച് ചിന്തുകയും ചെയ്യുമ്പോൾ അങ്ങനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എതിരെ പ്രതിരോധം തീർക്കൽ മാത്രമല്ല, സ്വസമുദായത്തിൽ നിന്ന് ഇത്തരം അപഹാസ്യമായ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ഒരു സമുദായത്തെയും സമൂഹത്തെയും നിന്ദിക്കാനുള്ള ഹേതുവാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കണ്ടേ? നമ്മൾ മാത്രം ഇങ്ങനെ നല്ലവരായി നടന്ന് എല്ലാത്തിനും പറ്റിയവരായി നടന്നാൽ മാത്രം മതിയാ? പ്രതിരോധിക്കേണ്ടതിനെയൊക്കെ പ്രതിരോധിക്കുകയും വേണം. പുറത്തുള്ളതിനെ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അകത്തുള്ളതിനെ ആദ്യം നന്നാക്കണം. ആദ്യം നമ്മുടെ കക്കൂസ് വൃത്തിയാക്കുക, എന്നിട്ട് പുറത്തുള്ളവൻ്റെയൊക്കെ ചോര നമുക്ക് വൃത്തിയാക്കാം. ഇതിൻ്റെ ഒന്നും ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കളായിരിക്കും ഈ ഒരു ഇസ്ലാം ഭയത്തിൻ്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇസ്ലാം ഭയം സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിന് വഴിവെക്കുന്ന തരത്തിലുള്ള പല തോന്നിയാസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ പറയപ്പെട്ടവർക്കാർക്കും ഇസ്ലാമുമായി ഒരു ബന്ധമില്ല. ഇപ്പോൾ ഈ പെൺകുട്ടി, മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മോളോട് സ്വകാര്യതയിൽ എന്തെങ്കിലുമൊക്കെ അശ്ലീലം പറയുകയോ അയാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഇന്നതിനൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ തെറ്റാണ്, തിന്മയാണ്. ഒരു വ്യക്തിയല്ല മതം. മോൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയല്ല മതം. മതം എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ തത്വസംഹിത എന്നുള്ളത് ഖുർആനും പ്രവാചകൻ്റെ ജീവിതമാണ്. അതൊന്ന് കമ്പയർ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും, മോനെ, ഞാൻ നിന്നോട് ഈ അവസരത്തിൽ പറയാണ്, ഒരു മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അനുചരന്മാരിൽ ചില ആളുകൾ പ്രാവിനെ ഇങ്ങനെ മരത്തിൽ കെട്ടി അമ്പിയാണ്. ഫസ്റ്റിൽ ഈ കാഴ്ച കണ്ട ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞെന്തറിയോ? ഈ പ്രവൃത്തി ചെയ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നാ. ആത്മീയതയുടെ പേരിൽ ഈ ജോലിയെടുത്ത് ജീവിക്കാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ വിയർപ്പിന്റെ അസുഖമുള്ള ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള, ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേലാത്ത ചില ചെറ്റകൾ 10,000 രൂപ കൊടുത്ത് ഒരു വെള്ള വസ്ത്രവും തലപ്പാക്കെട്ടും കെട്ടി വലിയ ആത്മീയ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു പല ആളുകളിലൂടെയൊക്കെ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രചരിപ്പിച്ച് അവരുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്ത് എന്നിട്ട് ഇതുപോലെ സ്ത്രീകളെ വഞ്ചിക്കുന്ന പരമ ചെറ്റകളുണ്ടല്ലോ, ഇവനെയൊക്കെ മുക്കാലി കെട്ടി അടിക്കണം. ആദ്യം ഉസ്താദ് പറഞ്ഞതുപോലെ ആദ്യം അവനവൻ നന്നാണം, എന്നിട്ട് വേണം മറ്റുള്ള സ്ഥലത്തേക്ക് കയറി ചൊറിയാനായിട്ട്. കേന്ദ്ര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറിനോട് പറയാനുള്ളത്, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ കൊണ്ടുവരണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതുപോലത്തെ വ്യാജന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയും ഇതില്ലായ്മ ചെയ്യാനും വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നമ്മുടെ കേരളത്തിൽ രൂപീകരിക്കും. ഇത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഇത്തരത്തിൽ സാധാരണക്കാർക്കുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ. ആ പെൺകുട്ടി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ കേട്ട് കാണും. കാരണം അള്ളാഹുമായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അവർ ചോദിച്ചത്. അതൊരു സമുദായത്തിനെ മൊത്തത്തിലാണ് പറഞ്ഞത്. ഒരുത്തൻ കാണിച്ച തെറ്റിന്, ഒരുത്തൻ കാണിച്ച തെമ്മാടിത്തരത്തിന് ഒരു സമുദായത്തെയാണ് ആ പെൺകുട്ടി പറയേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും ഇവനെപ്പോലുള്ള ഫ്രോഡ് നായ്ക്കൾ തന്നെയാണ്. ഇവനെയൊക്കെ തൂക്കി മുക്കാലെ കെട്ടി അടിക്കണം ഈ ചെറ്റകളെയൊക്കെ. ഇനി ഒരിക്കലും ഒരുത്തനും ഈ സമുദായത്തിന്റെ പേരിൽ മറ്റൊരാളെ ചൂഷണം ചെയ്യാനോ ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ പ്രവൃത്തി കാണിക്കാനോ പാടില്ല. അതിനനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിനനുവദിച്ചു കൊടുക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ. ഇത് വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്. കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.